കോട്ടയം മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ഉടൻ മാറ്റണമെന്ന മന്ത്രിതല യോഗത്തിലെ തീരുമാനം നടപ്പായില്ല. ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റണം എന്നായിരുന്നു തീരുമാനം. മെയ് 30-നാണ് മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും പങ്കെടുത്ത യോഗം നടന്നത്. ഉദ്യോഗസ്ഥ വീഴ്ച വ്യക്തമാക്കുന്ന രേഖ 24-ന് ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായ മരണത്തിനു കാരണം പണിതീർത്ത സർജിക്കൽ ബ്ലോക്കിന്റെ പ്രവർത്തനം തുടങ്ങാത്തതാണെന്നത് വ്യക്തമാണ്. എന്നാൽ മന്ത്രിതല യോഗത്തിൽ പെട്ടെന്നു തന്നെ പുതിയ സർജിക്കൽ വാർഡിലേക്ക് പ്രവർത്തനം തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഉന്നതതല യോഗത്തിന്റെ മിനിറ്റ്സ് കോപ്പി ഇതിനു തെളിവാണ്. മെയ് 30-ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന യോഗം ഇക്കാര്യത്തിൽ നിർണായകമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് പങ്കെടുത്ത യോഗത്തിൽ പുതിയ സർജിക്കൽ വാർഡിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റാൻ തീരുമാനിച്ചിരുന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവനും യോഗത്തിലുണ്ടായിരുന്നു. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ ഉടൻ തന്നെ പ്രവർത്തനം പുതിയ സർജിക്കൽ വാർഡ് ബ്ലോക്കിലേക്ക് മാറ്റണമെന്നതാണ് യോഗ തീരുമാനം. ഇത് കൃത്യമായി ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണ് ഇതിന്റെ നടപടി സ്വീകരിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. അക്കാര്യവും മിനിറ്റ്സിലുണ്ട്. ഉദ്ഘാടനത്തിനു വേണ്ടി പുതിയ ബ്ലോക്കിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് വൈകിപ്പിച്ചു എന്ന പ്രചരണം തെറ്റാണെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. ഒപ്പം മന്ത്രിതല യോഗത്തിന്റെ തീരുമാനം മെഡിക്കൽ കോളേജിൽ നടപ്പായില്ല എന്നതും. മെഡിക്കൽ കോളേജ് അധികൃതർ എന്തുകൊണ്ട് ഈ തീരുമാനം നടപ്പിലാക്കിയില്ല എന്നതാണ് ഇപ്പോൾ നിർണായകമാകുന്നത്. ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ച അപകടത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥ വീഴ്ചയും മെല്ലപ്പോക്കുമുണ്ടെന്നത് ഇതിലൂടെ വെളിച്ചത്തെത്തുകയാണ്. പണി തീർന്നിട്ടും മെഡിക്കൽ കോളേജിന്റെ സർജിക്കൽ ബ്ലോക്കിലേക്ക് പ്രവർത്തനം മാറ്റാത്തത് ഉദ്ഘാടന മാമാങ്കത്തിനു വേണ്ടിയാണെന്നതാണ് പ്രചരണം നടക്കുന്നത്. എന്നാൽ ഉന്നതതല യോഗത്തിന്റെ മിനിറ്റ്സ് കോപ്പി ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ പ്രവർത്തനം പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ മന്ത്രിതലത്തിൽ തന്നെ തീരുമാനമെടുത്തതാണ്. എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് നടപ്പിലാക്കിയില്ല എന്നതാണ് വസ്തുത. അപ്പോൾ മെഡിക്കൽ കോളേജിൽ വീഴ്ചയ്ക്ക് ആർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ദീപക് ധർമ്മടം, 24.